ഉണ്ടാകുന്നത്. എൻ ഡി എയിൽ ബി ജെ പിയും ജെ ഡി യുവും ഒരേ രീതിയിൽ തന്നെ മുന്നേറുന്നു. അതാണ് ആ സഖ്യത്തിന്റെ കരുത്തായി നിൽക്കുന്നത്. മറുവശത്ത് ആർ ജെ ഡിയുടെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റം മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത്. മറുവശത്ത് കോൺഗ്രസും ദുർബലമാകുന്നു. ഇടത് പാർട്ടികൾ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മുന്നേറുന്നുണ്ട്. ഇപ്പോൾ 75 സീറ്റുകളായിട്ട് 77 സീറ്റുകളുടെ ലീഡായിട്ട് എൻ ഡി എയുടെ ഉയർന്നിരിക്കുന്നു. 47 സീറ്റുകളിൽ MGB എന്ന രീതിയിൽ ഏകപക്ഷീയമായ ഒരു വിജയമായിരിക്കില്ല ഒരു മുന്നണിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ തുടക്ക സമയത്ത് 78ലേക്ക് ലീഡ് കയറി എന്ന് പറയുമ്പോൾ എൻ ഡി എയുടെ വലിയൊരു മുന്നേറ്റം തുടക്ക സമയത്ത് കാണുന്നു. 47 സീറ്റുകളിൽ MGB എന്ന രീതിയിലേക്ക് വരുന്നു മഹാസഖ്യം. അത്രയും സീറ്റുകൾ 78 എന്നുള്ളത് വലിയൊരു ലീഡിലേക്ക് തുടക്ക സമയത്ത് വരികയാണ് എൻ ഡി എ. മനു, ട്രെൻഡിൽ ഒരു മാറ്റവും വരുന്നില്ലല്ലോ. ഇപ്പോൾ അത് BJP ക്യാമ്പുകളിൽ ആഹ്ലാദത്തിന്റെ തുടക്കം. അവര് ഇപ്പോൾ അതായത് നിതീഷ് കുമാർ, അതുപോലെ പ്രധാനമന്ത്രി ചിരാഗ് പാസ്വാൻ, ജിതിൻ റാം മാഞ്ചി, ഉപേന്ദ്ര കുഷ്വ എന്നീ പഞ്ചപാണ്ഡവരുടെ വിജയമാണ് ബീഹാറിന്റെ ചിത്രത്തിൽ കാണുന്നത് എന്ന് പറയുന്നു. ലഡുവിനൊപ്പം ജിലേബി കൂടി ഓർഡർ ചെയ്തു, സത്ത പൊറോട്ട ഓർഡർ ചെയ്തു എന്നൊക്കെയുള്ള തുടക്ക സമയത്ത് ഈ ട്രെൻഡ് കണ്ടപ്പോൾ തന്നെ BJP ക്യാമ്പുകൾ ഉഷാറായി എന്ന് വേണം കരുതാൻ. തുടക്കത്തിൽ രാവിലെ പറഞ്ഞിരുന്നു ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഹ്ലാദം വേണ്ട, ആഹ്ലാദ ആരവങ്ങൾ വേണ്ട എന്ന്. പക്ഷേ അണികൾ അതിലേക്ക് അണികൾ വലിയ ആഘോഷത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 78 എന്നുള്ളത് ചെറിയ സംഖ്യ അല്ല. എൻ ഡി എക്ക് 15 സീറ്റുകളുടെ ഗെയിനാണ് അവിടെ വന്നിരിക്കുന്നത്. ലീഡ് നില നോക്കുമ്പോൾ 15 സീറ്റുകൾ, കഴിഞ്ഞ തവണ തോറ്റ 15 സീറ്റുകളിൽ പോലും ഇത്തവണ ലീഡ് നേടി എന്നുള്ളതാണ് എൻ ഡി എയുടെ ഈ ഒരു ആവേശത്തിന് കാരണം. മാത്രമല്ല ഈ ചെറിയ പാർട്ടികൾ നോക്കൂ, ഈ ഹിന്ദുസ്ഥാൻ അവാമി ലീഗിനെ പോലുള്ള RLM പോലുള്ള ചിരാഗ് പാസ്വാനെ പോലുള്ളവർ അവരുടെ